അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് റോസ് സിറപ്പാണ്. അതും നാച്ചുറലായിട്ട് റോസാപ്പൂ വെച്ചിട്ടാണ്. നമ്മൾ കടയിൽ നിന്നും റോസ് സിറപ്പ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരും. അതുമാത്രമല്ല ഒരുപാട് കെമിക്കൽസും അതിൽ ചേർത്തിട്ടാണ് നമുക്ക് റോസ് സിറപ്പ് കിട്ടുന്നത്. അപ്പോൾ തികച്ചും നാച്ചുറലായിട്ട് നമ്മളെ വീട്ടിലുള്ള റോസാപ്പൂ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കടയിൽ നിന്നും വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റോസ് സിറപ്പ് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 200 ഗ്രാം റോസാപ്പൂ ഞാൻ എടുത്തിട്ടുണ്ട്. റോസാപ്പൂ അതിൻ്റെ തണ്ടിൽ നിന്നും ഇതളുകൾ ഇത് അടർത്തി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോ ഇതുപോലത്തെ ഈ ഒരു കളറിലുള്ള റോസാപ്പൂവാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ളത് വീട്ടിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള റോസാപ്പൂവാണ്. അപ്പൊ നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന റോസാപ്പൂ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് കെമിക്കൽസ് അടിച്ചിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്, നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം അങ്ങനെയുള്ള റോസാപ്പൂവ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ വീടുകളിൽ നിന്നും കിട്ടുന്ന റോസാപ്പൂവ് ആണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പൊ ഇതുപോലെ വിരിഞ്ഞിട്ടുള്ള പൂവും ഇതുപോലെ മൊട്ടും ഒക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ഇതിൽ ഇതുപോലെ ഈ തണ്ടിൽ നിന്നും ഇതുപോലെ ഒന്ന് ഇളക്കി മാറ്റുക. അപ്പൊ അങ്ങനെ ഇളക്കി മാറ്റിയിട്ടുള്ള പൂവാണ് അതാ എടുത്തിട്ടുള്ളത്. ഒരു 200 ഗ്രാം നമ്മൾ അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 200 ഗ്രാം ഉണ്ടാവും. ഞെട്ടിൽ നിന്നും അടർത്തിയെടുത്ത ഈ റോസാപ്പൂവിന്റെ ഇതളുകൾ ഒന്ന് കഴുകിയെടുക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് ശേഖരിച്ച റോസാപ്പൂ ആണെങ്കിലും കുറച്ചൊന്ന് കഴുകിയെടുക്കണം. 1-2 വെള്ളം ഒന്ന് കഴുകിയെടുക്കണം. ഇതുപോലെ ഒന്ന് ഒരു 2 വെള്ളം ഒന്ന് കഴുകിയെടുക്കാം. നമ്മൾ വീട്ടിൽ നിന്നും കിട്ടിയിട്ടുള്ള പൂക്കളാണല്ലോ. അപ്പോൾ വീട്ടിൽ നിന്നും കിട്ടുന്ന പൂവായതുകൊണ്ട് നല്ല മണമാണ്, കെമിക്കലൊന്നും അടിക്കാത്തതല്ലേ. അപ്പോൾ ഒരു പ്രാവശ്യം എന്താ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടി ഒന്ന് കഴുകിയെടുക്കാം. റോസാപ്പൂ ഇതളുകൾ 2 പ്രാവശ്യം വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന റോസാപ്പൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ട് കുറച്ച് സമയം ഒരു 10 മിനിറ്റൊക്കെ വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് വേണം ഇത് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കറിയാൻ പറ്റില്ല അതിൽ കെമിക്കൽ ഉണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ പൂ വാങ്ങാൻ കിട്ടുമെങ്കിൽ അങ്ങനെ വാങ്ങുക, അല്ലെങ്കിൽ വീടുകളിൽ നിന്ന് ശേഖരിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കി എടുത്ത റോസാപ്പൂ ഇതളുകൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 2-3 ബാച്ചായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അപ്പം അതിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റ് പരുവത്തിന് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ റോസാപ്പൂവിൻ്റെ ഇതളുകൾ അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഡാർക്ക് കളറിലുള്ള റോസാപ്പൂ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കളർ കിട്ടും. ഇപ്പം ലൈറ്റ് കളറിലുള്ള റോസാപ്പൂവാണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ 2 ബാച്ചായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പം എന്താ റോസാപ്പൂ ഇതളുകൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് അധികം കളറില്ല. അപ്പം നമ്മൾ ഇതിലേക്ക് കളർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കെമിക്കലൊന്നും ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഇതിനായിട്ട് ബീട്രൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചും കൂടെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് കളറൊന്നും ആഡ് ചെയ്യാതെ ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് നോക്കി വേണം എടുക്കാനായിട്ട്. വാടിയ ബീട്രൂട്ട് ഒന്നും എടുക്കരുത്. അപ്പം ഫ്രഷ് ആയിട്ടുള്ള ബീട്രൂട്ട് ഇതാ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. മീഡിയം സൈസാണ്. ഇതിൻ്റെ പകുതി ബീട്രൂട്ട് തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. മുഴുവനും വേണ്ട, എന്നാൽ ബീട്രൂട്ടിൻ്റെ ഒരു വല്ലാത്തൊരു ടേസ്റ്റായി പോവും. പകുതി ബീട്രൂട്ട് തൊലിയെല്ലാം മാറ്റി കട്ട് ചെയ്ത് എന്നെടുക്കാം. അപ്പോൾ ബീട്രൂട്ട് നല്ലോണം കഴുകി തൊലിയെല്ലാം മാറ്റി പകുതി ബീട്രൂട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെങ്കിലും ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് വെള്ളമാണ്, ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടാവും. അപ്പം നല്ല പേസ്റ്റ് പരുവത്തിന് ഇതൊന്ന് അരച്ചെടുക്കാം. റോസാപ്പൂ ഇതിലുകൾ അരച്ചെടുത്ത് വെച്ചതിലേക്ക് നമ്മൾ ബീട്രൂട്ട് അരച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചും കൂടെ നല്ല കളറായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ കുറച്ചും കൂടെ നല്ല കളറായിട്ട് ഇതാ വന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റോസാപ്പൂവിൻ്റെ ഇതളുകൾ അരച്ചെടുത്തില്ല ആ ഒരു സമയം, അപ്പം നിങ്ങൾ റോസാപ്പൂ ഇതളുകൾ അരച്ചെടുത്ത സമയത്ത് ബീട്രൂട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. സെപ്പറേറ്റ് ആയിട്ട് അരച്ചെടുക്കുമ്പോൾ കട്ടകളൊന്നുമില്ല, നല്ലോണം പേസ്റ്റ് പരുവത്തിൽ അരഞ്ഞു കിട്ടും.
ഇനി ഒരു പാത്രത്തിലേക്ക് 3 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 3 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/2 കിലോളം പഞ്ചസാര അതാ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറെ നാളത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വീതമല്ലേ ഈ സിറപ്പ് എടുക്കുള്ളൂ. അപ്പൊ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് അഡീഷണൽ ആയിട്ട് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 3 കപ്പ് പഞ്ചസാരയ്ക്ക് 5 കപ്പ് വെള്ളമാണ്. ഈ 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് പഞ്ചസാര നല്ലതുപോലെ അലിഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ വെള്ളം കുറച്ചാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പഞ്ചസാര നമ്മൾ ഈ സിറപ്പ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം കട്ടകൾ പോലെ പഞ്ചസാര കിടക്കും. അപ്പൊ അത് ഉണ്ടാവാതിരിക്കാൻ കുറച്ചധികം വെള്ളം എടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞു വരട്ടെ. ഇപ്പൊ നല്ലോണം തിളച്ചിട്ടുണ്ട്. പഞ്ചസാര എല്ലാം അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റോസാപ്പൂ അരച്ചു വെച്ചതും ബീട്രൂട്ട് അരച്ചു വെച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഒരു ഒട്ടുന്ന പരുവം ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരുപാട് വറ്റി അങ്ങ് പോകരുത്. ഫ്ലെയിം കൂട്ടി വെക്കണ്ട, എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഇത് വറ്റിപ്പോവും. ആ റോസാപ്പൂവിന്റെ ആ എസൻസ് ഒക്കെ ഇതിൽ ഇറങ്ങി വരണം. ഒരു പകുതിയോളം ഇതാ വറ്റി വന്നിട്ടുണ്ട്, ആയിട്ടില്ല. ഇനി പതഞ്ഞു നിൽക്കുന്ന ഈ പത പോലെ ഉള്ളതെല്ലാം നമുക്ക് എടുത്ത് മാറ്റാം. ഇതുപോലെ പതഞ്ഞു വരുന്നത് അങ്ങ് എടുത്ത് മാറ്റാം. അപ്പം മാക്സിമം പതയൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ്. ഇതുപോലെ വറ്റി പകുതിയാകുമ്പോൾ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ നാരങ്ങ നീരാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ചെറിയൊരു പുളിപ്പും അവയില്ല, ചെറിയൊരു പുളിപ്പും ഇതിന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിത് വറ്റിച്ചെടുക്കാൻ തുടങ്ങിയിട്ട് ഒരു അരമണിക്കൂറായി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പഞ്ചസാര പാനി വെള്ളം ഒഴിച്ചു കൊടുത്തില്ലേ, 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിൻ്റെ 5 കപ്പ് നമ്മൾ വെള്ളമല്ലേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 5 കപ്പ് വെള്ളത്തിന് പകരം ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. നമ്മുടെ ആ റോസാപ്പൂവിൻ്റെ ആ എസൻസ് ഒക്കെ ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ 5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് എസൻസ് ഒന്നും നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. റോസാപ്പൂവിൽ നിന്നുള്ള ആ എസൻസ് ഒക്കെ ഇറങ്ങി ഇതുപോലെ കുറച്ചധികം നേരം ഇളക്കി ഇതുപോലെ കൊടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഈ റോസ് സിറപ്പ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഒന്ന് ഒട്ടുന്ന പരുവമായോ ഒന്ന് നോക്കാം. ഇതുപോലെ നമ്മൾ കയ്യിലെടുത്തിട്ട് ഇതുപോലെ നോക്കാം. അപ്പൊ നമുക്ക് ഇതുപോലെ പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഒട്ടുന്നതായിട്ട്. ഒരു പാവൊന്നും ആയി പോകരുത്, എന്നാൽ പിന്നെ കട്ടായി പോവും. അപ്പൊ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പൊ ഇതിന്റെ ചൂടൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ട്. ഇതിൽ നിന്നും വാങ്ങുന്ന റോസാപ്പൂ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റോസ് എസൻസ് വാങ്ങുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഇതിൽ ഫുഡിൽ ഒഴിക്കുന്ന റോസ് എസൻസ് നോക്കി വാങ്ങുക. അല്ലാതെ മുഖത്തൊക്കെ ഇടുന്ന റോസ് എസൻസ് ഉണ്ട്, അതൊന്നും വാങ്ങരുത്. അപ്പൊ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ നല്ലതുപോലെ ചൂട് മാറി കുറച്ചും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇതിൽ എസൻസ് ഒന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. നല്ല മണമുള്ള പൂവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത പൂവായതുകൊണ്ട് നല്ല മണം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എസൻസ് ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ചൂട് മാറിയിട്ട് വേണം എസൻസ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒരുപാട് കോരി ഒഴിക്കരുത്, എന്നിട്ട് വല്ലാത്തൊരു കുത്തലുണ്ടാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് അരിച്ചൊഴിക്കാം. നമ്മൾ നല്ലതുപോലെ വേവിച്ചാണ് ഇത് എടുത്തിട്ടുള്ളത്. അപ്പൊ അധികം തരിയൊന്നും ഉണ്ടാവില്ല. ഒരു സ്പാച്ചിൽ വെച്ചോ ഒരു സ്പൂൺ വെച്ചോ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ കണ്ടില്ലേ, ഒട്ടും തരിയൊന്നുമില്ല. അത്രയും നല്ലതുപോലെ നമ്മൾ വേവിച്ചിട്ടാണ് നമ്മൾ അരച്ചെടുത്ത്, നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്ത് നല്ലതുപോലെ വേവിച്ചാണ് എടുത്തിട്ടുള്ളത്. ഒട്ടും തരിയൊന്നുമില്ല. നമ്മുടെ റൂഹബ്സ അല്ലെങ്കിൽ റോസ് സിറപ്പ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തികച്ചും നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് റോസ് മിൽക്ക് എങ്ങനെ റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇനി ഇത് ചൂട് മാറിയിട്ട് വേണം, നല്ലതുപോലെ ചൂട് മാറണം. എന്നിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒട്ടും ഈർപ്പമൊന്നും ഇല്ലാത്ത ഗ്ലാസിന്റെ കുപ്പികളിൽ നമ്മൾ അടച്ച് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ
എത്ര മാസം വേണമെങ്കിലും ഇത് കേടുകൂടാതെ ഇരിക്കും, ഒരു കുഴപ്പവും വരില്ല. ഈ നോമ്പ് സമയത്ത് പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ തയ്യാറാക്കി വെക്കാം. നമുക്ക് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഈ റോസ് സിറപ്പ് വെച്ചിട്ട് പലതരം ഡ്രിങ്കുകൾ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി റോസ് മിൽക്ക് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് മിക്സിയിലെ ഒരു ജാറിലേക്ക് 1/2 ലിറ്റർ നല്ല തണുത്ത പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റൂ ഹബ്സ അല്ലെങ്കിൽ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ, നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, അത്യാവശ്യം മധുരമൊക്കെ ഉണ്ടാവും. ഇനി നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഇങ്ങനെ അടിച്ചെടുക്കാം. കുറച്ചും കൂടെ കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്. അല്ലാതെ നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ഒരു ഗ്ലാസ്സിന് 1 സ്പൂൺ എന്ന കണക്കിൽ നമുക്ക് റോസ് സിറപ്പ് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത റോസ് മിൽക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ, നല്ല കൊഴുപ്പായിട്ട് അടിച്ചെടുത്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള, പെട്ടെന്ന് തന്നെ നാച്ചുറലായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റോസ് സിറപ്പ് അല്ലെങ്കിൽ റൂ ഹബ്സ വെച്ചിട്ട് തയ്യാറാക്കിയെടുത്ത റോസ് മിൽക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂട് സമയത്തും നോമ്പ് സമയത്തും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇനി നമ്മൾ തയ്യാറാക്കിയ റൂ ഹബ്സ ഒരു ഗ്ലാസ് ബോട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഗ്ലാസ് ബോട്ടിൽ നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇത് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം ഇത് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതിയാകും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളത് അടുത്ത ഗ്ലാസ് ബോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ റൂ ഹബ്സ അല്ലെങ്കിൽ റോസ് സിറപ്പ് വളരെ പെട്ടെന്ന് ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കടയിൽ നിന്ന് കെമിക്കൽ റൂ ഹബ്സ അല്ലെങ്കിൽ റോസ് സിറപ്പ് വാങ്ങേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ റോസാപ്പൂ ഉണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്